വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യൻ ജനനം മുതൽ പാപിയാണ്. മനുഷ്യൻ ചെയ്യുന്ന സത്പ്രവർത്തികൾ സ്വീകാര്യമാകണമെങ്കിൽ ആദ്യം അവന്റെ വ്യക്തിത്വം മാറണം. ആ തലക്കെട്ട് മാറിയല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന നന്മകളും നീതിപ്രവർത്തികളും ദൈവത്തിന് സ്വീകാര്യമാകയില്ല. അപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ ലേബൽ മാറാൻ, അവന്റെ വ്യക്തിത്വം മാറാൻ എന്ത് ചെയ്യണം? പ്രമാണങ്ങൾ അനുസരിച്ചത് കൊണ്ടായില്ല. ഋഗ്വേദവും സാമവേദവും യജുർവേദവും അഥർവവേദവും സ്ഥാപത്യവേദവും ഗാന്ധർവവേദവും അങ്ങനെയുള്ള വേദങ്ങളെല്ലാം കടന്ന് വേദങ്ങളുടെ ഏറ്റവും ഒടുവിൽ വന്ന് ആരണ്യങ്ങളും ബ്രാഹ്മണ്യങ്ങളും ഉപനിഷത്തുകളിലേക്ക് വന്നിട്ട് വേദങ്ങളുടെ ഏറ്റവും ഒടുവിൽ നിന്നുകൊണ്ട് ആചാര്യന്മാർ പ്രാർത്ഥിക്കുന്നു, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ, അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഉപനിഷത്തുകൾ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ വേദങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു മറുപടി പറയാൻ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കാൻ ഒരു മറുപടി നൽകാൻ ഈ ലോകത്തിലെ മതങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ ഈ ലോകത്തിലെ മതപ്രമാണങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ യേശുക്രിസ്തുവിലൂടെ വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു സത്യമാണ്, യേശു യഥാർത്ഥ വഴിയാണ്, യേശു യഥാർത്ഥ ജീവനാണ്. യേശു ഈ ലോകത്തിൽ കൊണ്ടുവന്ന സന്ദേശം എന്ന് പറയുന്നത് സമൃദ്ധിയായ ജീവനെ നൽകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ ചോദ്യം മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. പാപിയെ രക്ഷിക്കാൻ മറ്റൊരു മനുഷ്യന് കഴിയില്ല, കാരണം അവനും പാപിയാണ്. അപ്പോൾ പാപമില്ലാത്തവൻ വേണം മനുഷ്യനെ രക്ഷിക്കാൻ. അതുകൊണ്ട് മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, മനുഷ്യനെ രക്ഷിക്കാൻ മറ്റൊരു മനുഷ്യന് സാധ്യമല്ല. കാരണം എല്ലാവരും പാപത്തിന് അധീനരാണ്, എല്ലാവരും മരണത്തിന് അധീനരാണ്. മാനവരാശിയെ മരണത്തിൽ നിന്ന് ഉദ്ധരിച്ച് ജീവനിലേക്ക് നയിക്കാൻ സ്വർഗസ്ഥനായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ അയക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതം ഏത് തരത്തിലുള്ള അവസ്ഥയിലൂടെ പോയി എന്ന് വന്നാൽ, രക്ഷപ്പെടാൻ ഹൃദയം കൊണ്ട് ഒട്ടനവധി തവണ ആഗ്രഹിച്ചിട്ടും ഒരിക്കലും പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളൊരു അടിമയെപ്പോൾ അതിൽ കുടുങ്ങിക്കിടക്കുകയാണോ? യേശു ക്രിസ്തു നൽകുന്ന സന്ദേശം സമൃദ്ധിയായ ജീവനെ നൽകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. ഒരിക്കലും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാത്ത വിധം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ.